സഹോദരൻ ഇവിടെ ചോദിച്ചു, യാ ഇബാദല്ലാഹ് വിഷയത്തിലാണോ ഞങ്ങളെ ഹദീസ് നിഷേധികൾ എന്ന് പറഞ്ഞത്? ഇവിടെ ഞാൻ എന്റെ വിഷയാവതരണത്തിൽ പല കാര്യങ്ങളും ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അലി യാ ഇബാദല്ലാഹ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിന് സഹോദരന്റെ മറുപടി എന്താണ്, പ്രതികരണം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഏതായിരുന്നാലും യാ ഇബാദല്ലാഹ് എന്ന വിഷയത്തിലും ഞങ്ങളുടെ നിലപാടിന് തെറ്റിയിട്ടില്ല എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 2012 അബ്ദുറഹ്മാൻ സലഫിയെ പോലെയുള്ള ആളുകൾ ആ ഹദീസിന്റെ വിശദീകരണവുമായി വന്നതുപോലെ ഞങ്ങൾ വിനയത്തോടുകൂടി സഹോദരൻ പഠിക്കാനാണെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്നു, ആ ഹദീസ് ചർച്ച ചെയ്തിട്ടുള്ള ഏതെങ്കിലും സലഫി പണ്ഡിതന്മാർ ഞങ്ങൾ എടുത്ത നിലപാടിന് വിരുദ്ധമായി ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ സഹോദരൻ അത് പരിശോധിക്കണം. ആത്മാർത്ഥതയാണ് ലക്ഷ്യമെങ്കിൽ ഷെയ്ഖ് ബിൻ ബാസ്, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിമ അവരെ പോലെയുള്ള ഇരുത്തവും തഴക്കവും വന്ന സലഫി പണ്ഡിതന്മാർ ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചുവോ, അതിന് മുൻഗാമികളായ പണ്ഡിതന്മാർ എന്ത് നിലപാട് സ്വീകരിച്ചോ അതിൽ ഒരു ഹർഫ് പോലും വ്യത്യാസമില്ലാത്ത നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതല്ലാത്ത ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചതായി അത് ഇസ്തിആനത്തും ബിൽ ജിന്നിന്റെ വിഷയമാണെങ്കിലും ശരി, 2012 ഇവിടെയാണ് പുതിയ നിലപാടുണ്ടായത്, അതല്ല. അതിന് ഞാൻ ഏറ്റവും നല്ല ഉദാഹരണം സുഹൃത്തിന്റെ ശ്രദ്ധയിൽ കാണിക്കാം. എന്റെ കയ്യിലുള്ളത് 2007 ഫെബ്രുവരി 16 വിചിന്തനത്തിന്റെ കോപ്പിയാണ്. മുജാഹിദുകളുടെ തൗഹീദ് പ്രതിസന്ധിയിലോ എന്നതാണ് ലേഖനത്തിന്റെ തലവാചകം. അതിൽ ചില വാചകങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഈ വസ്തുത മുജാഹിദുകൾ നേരത്തെ ഉണർത്തിയതാണ്. ആ ഭാഗവും കാണുക. ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും അള്ളാഹു വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ വ്യവസ്ഥക്കതീതമായ കഴിവുകൾ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. മലക്കുകളുടെയും ജിന്നുകളുടെയും കഴിവുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാര്യകാരണങ്ങൾ നമുക്ക് പിടികിട്ടുന്നില്ലെങ്കിലും അതെല്ലാം അവർക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അതുകൊണ്ടുതന്നെ അതിനെക്കുറിച്ച് അബോധികമെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരിവുമുള്ളവർ പറയുകയില്ല. ഇസ്ലാഹ് 2004 ജനുവരി. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ്. അന്നും ഇന്നും എന്നും മുജാഹിദുകളുടെ നിലപാട് ഇതാണ് എന്ന് 2007 പറഞ്ഞ മുജാഹിദുകളുടെ തൗഹീദ് പ്രതിസന്ധിയിലോ എന്ന് പറഞ്ഞ് ലേഖനം എഴുതിയ ആള് തൊട്ടടുത്ത വാചകം എന്താ പറയുന്നത്? എന്നിരിക്കെ അവരുടെ തൗഹീദ് എങ്ങനെയാണ് പ്രതിസന്ധിയിലാവുക? ഞാൻ എന്റെ സുഹൃത്തിനോട്, നിങ്ങൾ വിചിന്തനം ചീഫ് എഡിറ്ററായ EKM പന്നൂർ സാഹിബിനെ ഫോൺ വിളിച്ച് ചോദിക്കണം. ഫോൺ നമ്പർ വേണമെങ്കിൽ ഞങ്ങൾ തരാം. 2007 ഫെബ്രുവരി 16 അബ്ദുൽ ഖാദർ കൗറുമ്പയിൽ എഴുതിയ ഈ ലേഖനം അന്ന് മുജാഹിദുകളുടെ തൗഹീദ് പ്രതിസന്ധിയിലല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി എഴുതിയ ഈ ലേഖനം ഒന്നുകൂടി നിങ്ങൾ പുനഃപ്രസിദ്ധീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ എന്ന് ചോദിക്കണ്ട, ഒന്നുകൂടി നമുക്കൊന്ന് പുനഃപ്രസിദ്ധീകരിച്ചാൽ എന്താ എന്ന് എന്റെ സുഹൃത്ത് വളരെ EKM പന്നൂരിനെ വിളിച്ചോ, അതല്ലെങ്കിൽ ഇസാഖ് അലി കണ്ടിക്കലെ വിളിച്ചോ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചോ, ഈ ലേഖനം വിചിന്തനത്തിൽ അല്ലെങ്കിൽ വിചിന്തനത്തിൽ വന്ന ഈ ലേഖനം പുനഃപ്രസിദ്ധീകരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞങ്ങൾ 1000 വട്ടം തയ്യാറാണ്. അപ്പൊ 2007 ഫെബ്രുവരി 16 ഇറങ്ങിയ വിചിന്തനത്തിൽ മുജാഹിദുകളുടെ തൗഹീദ് പ്രതിസന്ധിയിലല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകൾ പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ ഈ തൗഹീദിനെ പ്രതിസന്ധിയിലാക്കാൻ നോക്കുകയാണ്. ഞങ്ങളത് അനുവദിക്കൂല. ബഹുമാനം ഏത് നേതാക്കന്മാരോടാണ് തോന്നുക എന്നുകൂടി സുഹൃത്തിനോട് ഞാൻ ചോദിക്കട്ടെ. പിന്നെ ഞാനിവിടെ ഹദീസ് നിഷേധത്തിന് ഉദാഹരണം പറഞ്ഞു, സുഹൃത്തെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. സഹീഹുൽ ബുഖാരി തോട്ടിലെറിയണമെന്ന് പ്രസംഗിച്ച ആളുകൾ ഇപ്പോഴും KNMന്റെ നേതാക്കന്മാരെ വിലസുന്നുണ്ട്. സുഹൃത്തിന് വേണമെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാം. സഹീഹുൽ ബുഖാരി തോട്ടിലെറിയണമെന്ന് പറഞ്ഞ ആളുകൾ, ഞാൻ ആവർത്തിച്ചു പറയുന്നു, സഹീഹുൽ ബുഖാരി തോട്ടിലെറിയണമെന്ന് പറഞ്ഞ ആളുകൾ KNMന്റെ വേദിയിൽ ഇപ്പോഴുമുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നു, ഇത് 1971 ഡിസംബർ 5 ഇറങ്ങിയ അൽമനാർ മാസികയാണ്. ഈ അൽമനാർ മാസികയിൽ ഒരു ലേഖനമുണ്ട്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു ലേഖനമുണ്ട് CN അഹ്മദ് മൗലവിക്കെതിരെ. സഹീഹുൽ ബുഖാരിയിൽ നിർമ്മിത ഹദീസുകളോ? ഞാൻ ചോദിക്കുന്നു സുഹൃത്തിനോട്, അൽമനാർ മാസികയുടെ പത്രാധിപർക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കണം, 1971 ഈ അൽമനാറിൽ ലേഖനം അടുത്തലക്കം അൽമനാറിൽ പുനഃപ്രസിദ്ധീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ചോദിക്കണം നിങ്ങൾ. എവിടെ ഹദീസ് നിഷേധം? അപ്പൊ മനസ്സിലാകും. അപ്പൊ നേതാക്കന്മാരുടെ നല്ല ബഹുമാനം കൂടും. തീർന്നിട്ടില്ല.
തീർന്നിട്ടില്ല കേട്ടോ. ഹദീസ് നിഷേധത്തിന്റെ പരമ്പര തന്നെ പറഞ്ഞുതരാം. യാ ഇബാദൊന്നുമല്ല ഇവിടെ ഹദീസ് നിഷേധം. ഇതാ കോഴിക്കോട് അഴിഞ്ഞിരത്തിൽ ഇറക്കിയ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇറക്കിയ സൊവനീറിൽ, ആ സൊവനീറിലെ 347 പേജ് മറിച്ച് നോക്കിക്കോ വീട്ടിൽ ചെന്നിട്ട്. അതിലെന്താ എഴുതിയത്? സന്ധ്യ കഴിഞ്ഞ് ഇരുട്ട് തുടങ്ങിയാൽ ജിന്നുകളുടെ വരവായി എന്ന് മറ്റൊരു മൗലവി തട്ടിവിട്ടു. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്, കുഫൂ സുബിയാനക്കും ഇൻദൽ ഇശാഇ ഫഇന്നൽ ജിൻ ഇന്തിശാറൻ വഖത്ഫ. ഇദാ ഇശാഇന്റെ സമയമായി കഴിഞ്ഞാൽ, മഗ്രിബിന്റെ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ കുട്ടികളെ തടഞ്ഞു വെക്കണം. കാരണം ആ സമയത്ത് ജിന്നുകൾക്കൊരു പിടുത്തവും വ്യാപനവുമുണ്ട്. ഇത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഹദീസിനെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇറക്കിയ സൊവനീറിൽ പറയുന്നു മൗലവി തട്ടിവിട്ടു. ഇത് ഹദീസ് നിഷേധമാണോ സുഹൃത്തെ? ഹദീസ് നിഷേധമാണോ? അല്ലയോ? നിങ്ങൾ പറയണം. നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിങ്ങൾക്ക് ബഹുമാനം ഇനിയും കൊടുക്കണം. നിങ്ങൾ ഇതുപോലെ ഹദീസുകളെ പരസ്യമായി തട്ടുന്ന, അത് മൗലവി തട്ടിവിട്ടു എന്ന് പറയുന്ന ആളുകളെ മുജാഹിദുകൾക്ക് ഏതായാലും ബഹുമാനിക്കാൻ പറ്റൂല. മനസ്സിലായോ? ഹദീസുകളെ സ്നേഹിക്കുന്ന, ഹദീസുകളുടെ ബഹുമാനമുള്ള ആളുകൾക്ക് സ്നേഹിക്കാൻ പറ്റൂല. തീർന്നിട്ടില്ല. ഞാനിവിടെ കെവിയുടെ ഉദാഹരണം പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ബഹുമാനം കൂടണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വമാഹും ബിളാരീന ബിഹി മിൻ അഹദി ഇല്ലാ ബിഇദ്നില്ലാ എന്ന അള്ളാഹുവിന്റെ ഖുർആൻ ഹദീസ് അവിടെ നിൽക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തിനെ കട്ടുമുറിച്ച കെവി ഇപ്പോഴും മുജാഹിദ് സെന്ററിൽ CD ടവറിൽ ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ ബഹുമാനം കൂടട്ടെ. അതുപോലെ വമാഹും ബിളാരീന ബിഹി മിൻ അഹദി, സിഹ്ർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇത് ഖുർആന്റെ നസ്സാ. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിഹ്റോണ്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാ. ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന